എൻ്റെ നോവൽ ഒരുപാട് പ്രസാധകർ തിരസ്കരിച്ച എൻ്റെ ഖന്യവിത മഹാത്മാഗാന്ധി സർവകലാശാലയുടെ പ്രസിദ്ധീകരണ വിഭാഗത്തിൽ നിന്ന് അത് തിരിച്ചു വന്നപ്പോൾ ഒരിക്കൽ കൂടി തഴയപ്പെട്ടു എന്നാണ് കരുതിയത്. പക്ഷേ ജൈവം പദ്ധതിയുടെ ഭാഗമായി അതവർ പ്രസിദ്ധീകരിക്കുന്നു. ഞാൻ അറിയുന്നു അച്ചടിമഷിയുടെ പുതുമണം, അക്ഷരക്കൊയ്ത്തിൻ്റെ കറ്റമണം. മരണത്തിൻ്റെ മഴ നനഞ്ഞു നടന്ന് ജീവിതത്തിൻ്റെ നറുംവെയിലേക്ക് കയറിയവൻ്റെ അനുഭവങ്ങളുടെ സാക്ഷ്യം സമക്ഷം. സംതിങ് ലൈക്ക് ആൻ ഓട്ടോബയോഗ്രഫി. വെറും പരിചിതരല്ല, ചിരകാല പരിചിതർ. എൻ്റെ കളിക്കൂട്ടുകാരൻ മോഹനനും അവൻ്റെ കുടുംബവും, അവൻ്റെ മകൾ സ്നേഹാർജുനി, ഞങ്ങളുടെ സ്നേഹ. സ്നേഹത്തിൻ്റെയും സ്വപ്നങ്ങളുടെയും ലോകത്ത് താമസിച്ചിരുന്ന കുറച്ചു പേർ. പരിചിതർ, പരിചിതരുടെ ലോകം. ഡോക്ടറെ, ഇന്നലെയും നല്ല ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടായിരുന്നു. തലയിറങ്ങി വീഴാൻ പോയതാ. ഞാൻ അടുത്തുണ്ടായതുകൊണ്ട് വീണില്ല. ഡോക്ടറെ, എന്നതാ ഇനിയിപ്പോ? നിങ്ങളൊന്ന് അകത്തേക്കിരിക്കും, ഞാനൊന്ന് നോക്കട്ടെ. ശ്വാസം. മേ ബി നോർമൽ ഫാറ്റി, ഒരു സാധാരണ ക്ഷീണം, അത്രേ ഉള്ളൂ. നമുക്കൊന്നുകൂടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. നേരത്തെ ചെയ്തെടുത്ത് വേണ്ട. നമുക്ക് സൺറൈസ് ചെയ്യാം. അവിടെ ആകുമ്പോൾ പാത്തോളജിസ്റ്റ് ഉണ്ട്. ഞാനൊരു കത്തും തരാം. തൽക്കാല ക്ഷീണം മാറാൻ ഞാനൊരു ടോണിക്ക് തരാം. ടെസ്റ്റ് കഴിയുമ്പോൾ രാവിലെ തന്നെ ചെയ്യും. വൈകുമ്പോൾ റിസൾട്ടുമായിട്ട് വരാമല്ലേ? വിഷമിക്കണ്ട. വിഷമിക്കാൻ എന്തെങ്കിലും ഉള്ളതായിട്ട് കാണുന്നില്ല. ഒന്നും കാണാത്തോണ്ടാ ബ്ലഡ് ടെസ്റ്റ് ഞാൻ പറഞ്ഞേ, മനസ്സിലായോ? ശരി ഡോക്ടർ അങ്കിളെ, അപ്പൊ എന്റെ സ്റ്റേറ്റിലെ ഡാൻസ്? അതിനെന്താ, ഡാൻസിന് പോകാമല്ലോ. ക്ഷീണം കൂടിയ ആരായാലും തളരും, ചിലപ്പോൾ വീഴുകയും ചെയ്യും. അതുകൊണ്ട് മോള് നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, നല്ലോണം ഉറങ്ങുക. ആവശ്യമില്ലാത്ത ഒരു ടെൻഷൻ്റെയും ആവശ്യമില്ല. എന്നിട്ട് ധൈര്യമായിട്ട് ഡാൻസ് കളിക്കാം. ഡാൻസ് മാത്രമേ ഉള്ളോ? അല്ല, കഥയ്ക്കുണ്ട്. കഥാരചന മലയാളവും സ്റ്റോറി റൈറ്റിംഗ് ഇംഗ്ലീഷും. എനിക്കും ഉണ്ടായിരുന്ന രണ്ടിനും ഫസ്റ്റ് ജില്ലയിൽ. പക്ഷെ സ്റ്റേറ്റിൽ പോയില്ല, വിട്ടില്ല.
മൈ ഫാദർ, ദ ഗ്രേറ്റ് പത്മനാഭൻ പിള്ള. പഠിത്ത കുഴപ്പമൊന്നും പറഞ്ഞു ഹാരിസ് മാഷ് വീട്ടിൽ വന്ന് കെഞ്ചി പറഞ്ഞതാ. വിട്ടില്ല. സ്നേഹയ്ക്ക് ഞാനൊരു പുസ്തകം തരാം. ദ ആൽക്കമിസ്റ്റ്. ഇത് ഞാൻ 3 പ്രാവശ്യം വായിച്ചതാ. ആഹാ, എന്നാൽ ഞാൻ വേറൊരു പുസ്തകം തരാം. ഉം? ഉമ്പട്ടോ എക്കോ. ഇത് വായിച്ചിട്ടുണ്ടോ? ജസ്റ്റ് റൈറ്റ്. എന്നാ റിസൾട്ടുമായിട്ട് ഞങ്ങൾ വൈകിട്ട് വരാം. ശരി. വാ മോളെ. ദാ ചാവി. ഇന്ന് നീ ഓടിക്കും. എന്നതാ പറ്റിയേ? I don't know. I don't know. ജാനു ഇവിടെ ഇരിക്കുക കേട്ടോ, അമ്മ എപ്പോ വരാം. എന്നതാന്നേ? കൊച്ചിന്റെ കാര്യം ഓർത്തിട്ടാണോ? സ്നേഹയുടെ കാര്യം മാത്രമല്ല, ഒരുപാട് പേരുടെ, മനുഷ്യരുടെ കാര്യം മാത്രമല്ല, വേറെയുമില്ലേ ജീവികള്. ഒരുപക്ഷെ ഞാനിന്ന് രാവിലെ കണ്ട തേനീച്ചയില്ലേ, തേൻ കുടിച്ചുകൊണ്ടിരിക്കുമ്പം അങ്ങനെ ഇരുന്നങ്ങ് മരിച്ചുപോയ ആ തേനീച്ച. അന്ന, നമുക്ക് ഈ കീടങ്ങളെ പൂക്കളിൽ നിന്ന് തട്ടിക്കളയുന്നത്ര എളുപ്പമാണോ മനുഷ്യരിൽ നിന്ന് തട്ടിക്കളയാൻ?